നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, ബമ്പായം. വേഴമാറ്റത്തെക്കുറിച്ച് ആണ് പറയാൻ പോകുന്നത്. മീനൻ രാശിക്കൂർ രേവതി നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. രേവതി നക്ഷത്രം മീനക്കൂറ് എന്ന് പറയും. ദുതിനിധി ധനഭോഗി പണ്ഡിത ചന്ദ്രരാശധനം സുഖം പാണ്ഡിത്യം അറിവ് കഴിവ് എല്ലാം ഉള്ള ഒരു വിശേഷമായിട്ടുള്ളൊരു പ്രത്യേക നക്ഷത്രമാണ് രേവതി. അവർക്ക് എല്ലാ കാര്യങ്ങളും സന്ദർഭോചിതം പോലെ ചെയ്യാനുള്ള ചെറിയ പ്രത്യേക കഴിവുകളുള്ളവരാണ്. അവർക്ക് കാര്യങ്ങൾ ഊഹിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുണ്ടെങ്കിലും ഈ വേഴമാറ്റം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വേഴൻ എന്ന് പറയുന്ന ഗ്രഹം 2026 6 മാസം 2-ാം തീയതി മുതൽ കർക്കിടകൻ രാശിയിലാണ് പ്രവേശിക്കുന്നത്. 2026 10-ാം മാസം മുതൽ 2027 ജനുവരി മാസം വരെ അത് 5 നിന്ന് 6 വരെ ആ കാലഘട്ടം ഒന്ന് സൂക്ഷിക്കണം. വീണ്ടും നമുക്ക് ആ വേഴഗ്രഹം തിരിച്ച് കർക്കിടകൻ രാശിയിലേക്ക് പോയിട്ട് 2027 6-ാം മാസം 26-ാം തീയതി വരെ കർക്കിടകത്തിൽ തന്നെ നിൽക്കും. അങ്ങനെ വേഴത്തിന് മാറ്റങ്ങളുണ്ട്. അപ്പോൾ വേഴം 5 വരുന്ന കാലം നമുക്ക് വളരെ നല്ലതാണ്. കാരണം ലഗ്നേശ ശുക്ര ദിഷണാദിജ ധനത്രികോണ കേന്ദ്രസ്ഥിത വിധതേ കലു ദീർഘമായു ദീർഘായുസിനെ കിട്ടുമെന്നാണ്. അതുകൊണ്ട് മരിച്ചു എന്ന് തോന്നുന്ന അവസരങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്ന അവസ്ഥയാണ്. സദ്ധനാട്യോ കിട്ടാതെ കിടക്കുന്ന പൈസകളും ധനങ്ങളും സാമ്പത്തിക ഉയർച്ചയൊക്കെ കിട്ടും. മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ചെയ്യാനുള്ള സന്മനസ്സും ധാർമ്മിക സത്കുടുംബി ധാർമ്മിക ബോധവും സത്കുടുംബി സത്ത് എന്ന് വെച്ചാൽ നല്ലത്, സത്കുടുംബി എന്ന് വെച്ചാൽ നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, നല്ല ജീവിതം, ഇതൊക്കെ കിട്ടുന്നതാണ് വേഴം ഈ 5-ലും 9-ലും ഒക്കെ സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ 5 നിൽക്കുന്ന സമയം നമുക്ക് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ കിട്ടും. കൂടാതെ വേഴ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ശൃംഗസ്ഥിതേ തനുപദോ സദനസ്സ വീര ജേതാന്തിഷാം കലുഭവേൽ പ്രഥമാന തേജോ എന്നാണ്. സദനം നല്ല സാമ്പത്തിക ഉയർച്ച കിട്ടും. മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ചെയ്യാനുള്ള സന്മനസ്സും സദനം സാമ്പത്തിക ഉയർച്ച ജേതാന്തിഷാം കലുഭവേൽ അഭിമാന തേജോ എന്നാണ്. അപ്പോൾ ജേതാവ് എന്ന് വെച്ചാൽ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോയാലും അതൊക്കെ വിജയിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങിയ അതിൽ നേട്ടവും ഭാഗ്യമൊക്കെ കിട്ടും. അഭിമാനവും തേജസ്സും ഐശ്വര്യവും ഒക്കെ കിട്ടും. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റും. പിന്നെ പുത്രസ്ഥാനമാണ് 5. അങ്ങനെ പുത്രസ്ഥലാവോ അഥവാ ആരോഗ്യന്തി പ്രതിബോധയേശ മനസന്തുഷ്ട പുണ്യോദയനാണ്. പുത്രസ്ഥലാവോ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാനും മക്കൾക്ക് നല്ല ജോലി, വിവാഹം, വിദ്യ, ഉദ്യോഗം, വിദേശയാത്ര, പ്രവർത്തന ഗുണങ്ങൾ, വീട്, വസ്തു, ധനം, ഗ്രഹം, വാഹനം ഇതൊക്കെ ഉണ്ടാകാനുള്ള യോഗം. അഥവാ ആരോഗ്യ അസുഖങ്ങളൊക്കെ മാറി നമുക്ക് നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിയായിട്ട് മാറാനുള്ള ഈ ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കും. ബുദ്ധിയൊക്കെ കിട്ടുക, ബുദ്ധിക്ക് ഭ്രമം വന്നാൽ ഭ്രാന്തായിപ്പോവും. ബുദ്ധിശക്തിയും കിട്ടുമെന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അതിവിശേഷ ബുദ്ധിയും. പ്രതിഭോദേശ പ്രതിഭ എന്ന് വെച്ചാൽ കലാപ്രതിഭ, കായിക പ്രതിഭ എന്നൊക്കെ ഉള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കായിക പ്രതിഭ, കലാരംഗത്ത് പ്രവർത്തിക്കുക കലാപ്രതിഭ, അതേപോലുള്ള അവസരങ്ങളും. സാധാരണക്കാരനാണെങ്കിൽ അവൻ എന്ത് ബിസിനസ് ചെയ്താൽ, കൃഷിയാണെങ്കിലും നാൽക്കാലിയാണെങ്കിലും വ്യാപാരമാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും അവരുടെ മേഖലയിൽ അവർ വളരെ മിടുക്കരായിട്ട് രക്ഷപ്പെടാനും മനസ്സന്തുഷ്ടിച്ച പുണ്യോദയം മനസ്സിന് നല്ല സന്തോഷവും പുണ്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ വേഴ 5 നിൽക്കുന്ന സമയത്ത് അമ്പലം, ആശ്രമം, പുണ്യകർമ്മങ്ങളൊക്കെ നവീകരിക്കാനും പുനരുദ്ധരിക്കാനും ആത്മീക ജീവിതത്തെക്കുറിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പുണ്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും ഈശ്വരനെ ഭജിച്ച് നമുക്ക് നല്ല ദൈവികപരമായ ഒരു പവർ നേടിയെടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ്. ഈശ്വരാനുകൂല്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് നമുക്ക് വേഴ 5 നിൽക്കുമ്പോൾ. അത് 2026 ഒക്ടോബർ മുതൽ 6-ലേക്ക് വരും. അവിടെയാണ് നമുക്ക് പ്രശ്നങ്ങൾ പൊട്ടിത്തെറിക്കുന്ന സമയം. അപ്പോൾ പൊട്ടിത്തെറികൾ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. 6 എന്ന് പറയുന്നത് ശത്രുസ്ഥാനമാണ്. അപ്പോൾ വേഴൻ 6-ൽ വരുമ്പോൾ അരിഭവനെ സഹദേവ മൃഗതാം പത്യോ സ്ഥിരേ കലഹ എന്നാണ്. കലകൾ സ്ഥിതി ചെയ്യുന്നതാണ്. ഒരുപാട് ശത്രുക്കളും വിരോധികളും ഒക്കെ ഉണ്ടായിപ്പോകും.
അന്നേരം അതേപോലെ അപവാദങ്ങൾ, യഥാർത്ഥ ചോര, ക്ഷത, രോഗ, ശത്രുണബാധ്യത, കടങ്ങൾ കൂടും. എത്ര സമ്പന്നന്മാരാണെങ്കിലും നമുക്കുള്ള പൈസ വെച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ കുഴപ്പമില്ല. ഉള്ളതെന്ന് വെച്ചാൽ മൊത്തം ചിലവാക്കി കളയരുത്. നിങ്ങളൊരു 1000 രൂപ ഉണ്ടെങ്കിൽ 500 രൂപ കൈ വെച്ചിരിക്കുന്ന 500 വരെ പരിപാടി ചെയ്യണം. അങ്ങനെ ചെയ്യാവൂ. കാരണം സാധാരണ ആൾക്കാർ 1000 രൂപ ഉണ്ടെങ്കിൽ അത് 500 രൂപ 5000 രൂപ കടം വാങ്ങി. അപ്പം നമ്മൾ 1000 രൂപയെ നമ്മളെ ഉള്ളൂ. 5000 രൂപ കടക്കാരനാകുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റും കമ്മീഷനും സാലറിയൊക്കെ ചിലപ്പം അതിൻ്റെ EMI അടയ്ക്കാനും തയ്യാതെ വരുമ്പോഴാണ് നമ്മൾ വലിയ ഹീറോ ആണെങ്കിലും സീറോ ആയി പോകണം. അപ്പം അതുകൊണ്ട് നമ്മളെ ഇരിക്കുന്ന പൈസകൾ പോവാതെ സൂക്ഷിക്കണം. ക്ഷതം വീണ് കൈകാലും ഒക്കെ ഓടിയേണ്ട സമയമാണ്. സ്റ്റെപ്പൊക്കെ തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ വീണ് കാലും കൈയൊക്കെ ഉളുക്കുന്ന സമയമാണ്. ക്ഷതം മറിഞ്ഞ് വീണ് കൈകാലും ഓടിയേണ്ട സമയമാണ്. വണ്ടി ഓട്ടിക്കുന്നത് സൂക്ഷിക്കണം. വണ്ടി ഓട്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ഓട്ടിച്ചില്ലെങ്കിലും നമ്മളെ ഡ്രൈവർ വണ്ടി ഓട്ടിക്കുന്നത് ശ്രദ്ധിച്ചോണം. കാരണം പല ആൾക്കാരും അപകടത്തിലും മരിച്ചിട്ടും കഷ്ടതകൾ വന്നിട്ടുള്ളവരും നമുക്ക് ധാരാളം അറിയാം. ഒരു വണ്ടി ഓട്ടിച്ചല്ല, മറ്റുള്ളവർ വണ്ടി ഓട്ടിച്ച് പറ്റിയിട്ടുള്ള കുഴപ്പങ്ങൾ നമ്മളെ ജീവിതത്തെ തകർത്ത് കളയാതിരിക്കാൻ സൂക്ഷിക്കണം. ക്ഷതം, രോഗങ്ങൾ, ശത്രുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ശത്രുക്കളെന്ന് ചെറിയ ശത്രുവല്ല, വലിയ വലിയ വമ്പൻ ശത്രുക്കൾ. അത് വേടൻ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെ. അപ്പോൾ ധനത്തിൻ്റെ പേരിലുള്ള ശത്രുക്കൾ, ടാക്സ് പ്രോബ്ലങ്ങൾ, EDയുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരനാണെങ്കിൽ ബാങ്കുകാർ ജപ്തിക്ക് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ക്ഷതം മറിഞ്ഞു കൊണ്ട് കൈകാലി ഓടിയണം. അങ്ങനെ നമുക്ക് ഒരുപാട് സന്താനങ്ങൾ പോലും ശത്രുവാണെന്ന് തോന്നുന്ന സമയം, പിള്ളേർക്കും അവരുടെ വിവാഹത്തിനും വിദ്യയ്ക്കും അവരുടെ വിദേശ യാത്രയ്ക്കും ഒക്കെ വേണ്ടി ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കി അങ്ങനെയും കൂടെ കുറച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടായി പോണ സമയമാണ്. അപ്പം അതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുന്നതും കല്യാണം കഴിച്ചു വിടുന്നതും അവർക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നതൊക്കെ പുണ്യങ്ങളാണ്. പക്ഷേ എങ്കിലും നമ്മളെ വരുമാനം അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിലോ, പിള്ളേർ നല്ല പഠിച്ച് മിടുക്കരായിട്ട് വന്നാൽ അവർക്കൊരു നല്ല ജോലി നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിലോ, ചിലപ്പോൾ അവർക്ക് വേണ്ടി നമ്മളെ സമ്പാദ്യം മൊത്തവും അല്ലെങ്കിൽ കയ്യിരിക്കുന്ന വസ്തുവകൾ മൊത്തവും ചിലപ്പം ചിലവിടേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് വരുന്നത്. അതിലൊക്കെ എല്ലാ കഴിവുകളും ഉള്ള മക്കളാണെന്ന് നമുക്ക് എല്ലാവർക്കും എല്ലാം ഉള്ളത്. പക്ഷെ അവർക്ക് നല്ല ജോലി കിട്ടിയില്ല, ഭാഗ്യം കിട്ടിയില്ല, കിട്ടിയ ജോലി കളഞ്ഞിട്ട് വരരുത്, അഡ്മിഷൻ കിട്ടിയാൽ പോലും പോകാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ ബുദ്ധിമുട്ടുകൾ രൂക്ഷകരമായിട്ട് വരുന്നത്. അതുകൊണ്ട് പിള്ളേർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ഗണപതി പൂജയും സന്താന ഗോപാലമൂർത്തി പൂജയും ഐശ്വര്യ പൂജകളും ശത്രുസംഹാര പൂജകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ദോഷങ്ങളും മാറും. എന്തായാലും ഈ ദോഷം കിടക്കുന്നത് കൊണ്ട് വിഷ്ണുവിനെ ഭജിക്കണം. കാരണം ശ്രീരാമാദ്യ അവതാര വിഷ്ണു ഇതര ക്ഷേത്രേഷു ചന്ദ്രാത്മജ. ശ്രീരാമൻ അങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, ഇങ്ങനെ ദശാവതാര മൂർത്തികളുണ്ട്. അവരെയൊക്കെ പോയി ഭജിച്ച ഓരോരോ ദോഷങ്ങളും വേനകളും കുരുക്കുകളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും. നമ്മൾ സീറോ ആയിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ആയിട്ട് നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ വേടൻ എന്ന് പറയുന്ന ഗ്രഹം ഈശ്വരാനുഗ്രഹം ഉള്ള ഒരു ഗ്രഹമാണ്. അപ്പം അത് ദിഷണേ അനുകൂലേ പ്രായോ അനുകൂലാക്ക സകലാശദേവ. വേടൻ എന്ന് പറയുന്ന ഗ്രഹം അനുകൂലിച്ച് നിൽക്കുമ്പോൾ എല്ലാ ദേവന്മാരുടെയും അനുകൂലം കിട്ടും. അത് പ്രതികൂലമായിട്ട് വരുമ്പോൾ സരിഞ്ഞ അനുകൂല അനുഗ്രഹം കിട്ടാതെ പോകും. അപ്പോൾ ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കർണനെ കണ്ടിട്ടുള്ളവരും ആരുമില്ല. നമ്മളെ വീട്ടിൽ നല്ല മിക്സി, ഗ്രൈൻഡർ, ഫ്രിഡ്ജ് എല്ലാം ഉണ്ട്. പക്ഷേ കറണ്ട് ഇല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാത്തത് പോലെയാണ് ഈശ്വരൻ്റെ അനുഗ്രഹം നമുക്ക് കുറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ കഴിവുകളും അവസരങ്ങളും നമ്മളെ മുമ്പ് ഉണ്ടെങ്കിലും ഒന്നുകൊണ്ടും ഒരു മെച്ചമില്ല. അല്ല പ്രോഫിറ്റ് കിട്ടണില്ല, കമ്മീഷൻ കിട്ടില്ല, സാലറി കിട്ടണില്ല, കമ്മീഷൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിസ്സാരമായിട്ട് വലിയ വലിയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന അധികാരികളും ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരുടെ ജോലിയൊക്കെ വേണ്ടാന്ന് വരെ തോന്നിക്കും. അയാളുമായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് തോന്നിക്കും. പിന്നെ കള്ളക്കേസുകളും അപവാദങ്ങളും ജയിൽവാസങ്ങളൊക്കെ ഉള്ളതാണ് ഈ 7 ശനി. അപ്പോൾ 7 ശനി അവർക്ക് കഴിഞ്ഞ ഈ രേവതി 4കാർക്ക് 3.5 കൊല്ലം കൊണ്ടുണ്ട്. ഇനി ഒരു 4 കൊല്ലവും കൂടെ ഉണ്ട്, 7.5 വർഷമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാത്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് പ്രവർത്തിച്ച് എങ്ങനെയൊക്കെ നമ്മളെ ഊപ്പാട് വരുത്താൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ശത്രുക്കൾ നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അത് വേഴത്തിൻ്റെ അനുഗ്രഹം ഉള്ള കാലം വരെ നമുക്കൊരു കുഴപ്പവും വരില്ല. ഈശ്വരൻ്റെ തുണ ഉള്ളത് കൊണ്ട് എല്ലാ കുരുക്കിനും നമ്മൾ രക്ഷപ്പെടും.
പക്ഷേ വ്യാഴ 6-ലോട്ട് വരുമ്പോൾ ഈശ്വരനും കൂടെ നമ്മളെ കൈവിട്ട് കളയണ ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ഈശ്വരനെ കൂട്ടുപിടിച്ചോളണം. ഈശ്വരനെ കൂട്ടുപിടിച്ചാൽ നമുക്ക് കേസുകളിൽ നമുക്ക് ജാമ്യം കിട്ടും, അധികാരികളുടെ പ്രീതി കിട്ടും, വിജയം കിട്ടും. നമ്മൾ കുറ്റക്കാരാണെന്ന് പറയണവർ തന്നെ നമ്മൾ കുറ്റക്കാരല്ല, നമ്മൾ നല്ലവരാണെന്ന് പറയും. അങ്ങനെ നമുക്ക് സമാധാനം സന്തോഷമൊക്കെ കിട്ടും. എന്തായിരുന്നാലും വ്യാഴത്തിൻ്റെ മാറ്റം നമുക്ക് ഈ രേവതി നാളുകാർക്ക് ഈ കൊല്ലം ഇത്തിരി അനുകൂലം തന്നെയാണ്. ഇടയ്ക്ക് ഒരു ഒത്തിരി ഒരു 10-ാം മാസം മുതൽ നമുക്ക് 2027 ജനുവരി വരെയുള്ള കാലഘട്ടമാണ് ഇത്തിരി കുഴപ്പം. ജനുവരി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 2027 6-ാം മാസം വരെ വീണ്ടും നല്ല ഉയർച്ചയും വളർച്ചയൊക്കെ ഉണ്ടാവും. 2027 6-ാം മാസം മുതൽ ഒരു വർഷത്തേക്കാണ് നിങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കാലഭൈരവനെ തൊഴുവണം, വിഷ്ണുവിനെ ഭജിക്കണം. സാമ്പത്തിക ഇടപാടുകൾ, പാർട്ട്ണർഷിപ്പ്, ബിസിനസ്സുകളെല്ലാം നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ചെയ്യാത്ത കാര്യത്തിന് നമുക്ക് കുരുക്കുള്ള സമയമാണെന്ന് കരുതി കുരുക്കുള്ള എല്ലാ പരിപാടികളും ശ്രദ്ധിച്ച് മാത്രം പ്രവർത്തിക്കണം. നമ്മളെ തൊഴിലാളിയും മുതലാളിയൊക്കെ നമ്മൾ സ്നേഹിച്ച് കൊണ്ടു നടക്കണം. പെട്ടെന്നുള്ള വാശിയും അക്രമമൊക്കെ കാണിച്ച് വിനാശകാല വിപരീത ബുദ്ധി എന്നാണ്. നമുക്ക് നല്ല കഴിവും ബുദ്ധിയൊക്കെ ഉള്ള ആളാണെങ്കിൽ ഈ സമയത്ത് ചെയ്യുന്നതെല്ലാം വെറും മോശമായിട്ട് തോന്നും ആൾക്ക്. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പ് നമ്മൾ നല്ലതാവാനാണ് നമ്മൾ ശ്രമിക്കാനുള്ളത്. നമ്മൾ നല്ലതാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് നല്ലതാണെങ്കിലും മറ്റുള്ളവരാണ് നമുക്ക് എങ്ങനെ നമ്മളെ കരിവാരി തേക്കാന്നുള്ള രീതിയിൽ ചെയ്യാത്ത കുറ്റങ്ങൾ നമ്മൾ ആരോപിച്ച് കോടതിയിലും കേസിലും വലിച്ചിഴച്ച് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ് തെളിയിപ്പിക്കാനും ചാനലുകാരുടെ കഴിവുകൾ തെളിയിപ്പിക്കാനും നിരപരാധികളെ കുരുക്കിപ്പെടുത്താനും ഒക്കെ ചില ആൾക്കാർ ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് കുരുക്ക് ഉപയോഗിക്കുന്നത്, ചതിപ്രയോഗങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഭഗവാൻ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് നമ്മൾ നല്ലത് ചെയ്താൽ ഭഗവാൻ നമ്മളെ കൂടെ നിൽക്കുകയും ശത്രുക്കൾക്ക് ദോഷങ്ങൾ കൃത്യമായിട്ട് ബാധിച്ച് നശിക്കുകയും ചെയ്യും. ശത്രുക്കളാണ് നശിക്കുന്നത്, നമ്മളല്ല. അപ്പം അതുകൊണ്ട് ഭഗവാനെ ഭജിക്കണം. ഗണപതി പൂജ, ഭഗവതി പൂജ, മൃത്യുഞ്ജയ ഐശ്വര്യ പൂജ, ശത്രുന്മാരെ പൂജ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമാധാനവും സന്തോഷവും വരും. ഇനി എത്ര വലിയ അധികാരിയായിരുന്നാലും ഭക്തനായിരുന്നാലും സിദ്ധനായിരുന്നാലും ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് സുനാമി അടിക്കുമ്പോൾ ആ നാട് നശിച്ചു പോകുന്നതുപോലെ ചില വ്യക്തി ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതിന് നമുക്ക് മരുന്നും മന്ത്രവും ഭക്തിയൊക്കെ വേണം. ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ നമുക്ക് കുഴപ്പങ്ങൾ കുറഞ്ഞിരിക്കും. ദോഷം കൂടുതലാണെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളും പൂജകളും ഒക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങൾക്ക് സമാധാനം കിട്ടും, നല്ലത് വരും. ജാതകം പരിശോധിക്കുന്നത് ജനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം, ഫീസ് ഇതൊക്കെ അയച്ചാണ്. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.